ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലല്ല കേട്ടോ, വേളാങ്കണ്ണിയിലാണ് ഒരു കുഞ്ഞു യാത്ര. അച്ഛനമ്മ ചേച്ചി ചേട്ട രണ്ട് പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു യാത്ര. പിന്നെ സ്ഥലമൊക്കെ ഒന്ന് മാറിയേക്കുന്നതുകൊണ്ടും റോഡ് സൈഡ് ആയതുകൊണ്ടും വേറെ റൂമൊക്കെ ആയതുകൊണ്ടും ചെറിയൊരു വോയിസിൻ്റെ അല്ലാതെ ചില്ലറ വോയിസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് എൻ്റെ ഒരു വലിയൊരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനാട്ടോ. അതായത് നിങ്ങൾ തമിഴിലൊക്കെ കണ്ട പോലെ എനിക്ക് 3 ലക്ഷം സബ്സ്ക്രൈബർ അടിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്താ പറഞ്ഞതിൻ്റെന്നറിയില്ല. സന്തോഷം എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലി എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ? അങ്ങനെ സമയം രാത്രി 9:48 ആയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടേ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുന്നുണ്ടായിരുന്നു നല്ലപോലെ തന്നെ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും കാത്തിരിക്കുമായിരുന്നു 3 ലക്ഷം തികക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇന്ന് കേക്ക് പറ്റുമോ? ഇപ്പോൾ 2 ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് 3 ലക്ഷം അടിക്കുന്ന പ്രതീക്ഷ ആവുമല്ലോ. ആകണമല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ നോക്കാം. പക്ഷെ എടുക്കാൻ പറ്റത്തില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ നോക്കാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നോക്കാം. ഇപ്പൊ സമയം അതായത് എന്താണ് സമയം ഇപ്പോൾ 9:52 നോക്കാം എത്ര ആവുമോ. ഓക്കെ അങ്ങനെ ഞാൻ ഓർത്ത് 11 മണി ആവട്ടെ, 11 മണി വരെ എന്തോ സബ്സ്ക്രൈബേഴ്സ് കയറുമെന്ന് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ പോയത് ഇങ്ങനെ സമയം കളഞ്ഞു. എനിക്ക് ശരിക്കും ഉറക്കവേ വരുന്നുണ്ടായില്ല. കാണത്തില്ല, അയ്യോ പിടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ആ പോയതാണ് എൻ്റെ ചേട്ടൻ, അതായത് എൻ്റെ അളിയൻ. അപ്പോൾ പുള്ളിക്കാരനെ ഭയങ്കര സപ്പോർട്ടാട്ടോ എനിക്ക് വീഡിയോ ഇടുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം എന്തോരായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു. അപ്പോൾ 11:14 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴേക്കും ഇത്ര ആയിട്ടുണ്ടായിരുന്നു. 2,99,884 പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും പിന്നെയും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായിരുന്നു രാത്രി എന്നെ 3 ലക്ഷം ആവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ആയില്ലായിരുന്നു. ഞാൻ പിന്നെ പോയി കിടന്നു ഉറങ്ങി. രാവിലെ ആയപ്പോഴാട്ടോ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി. കാരണം ഇന്ന് പള്ളിയിലൊക്കെ പോയതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നോക്കാനും പറ്റില്ല, ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് പിന്നെ കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ നോക്കാമല്ലോ എന്ന് കരുതി. അതുവരെ ഞാൻ ഫോൺ എടുത്തില്ല. എനിക്കൊരു പേടിയാണോ ടെൻഷനാണോ എന്തോ ഭയങ്കര സന്തോഷം എല്ലാം കൂടി വന്നിട്ട് ഞാൻ ഓർത്ത് കുളിച്ചൊരുങ്ങിയിട്ടൊക്കെ നോക്കാതെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി കുളിച്ചൊരുങ്ങി പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഓർത്തേ ഇല്ല ഇങ്ങനെയൊക്കെ ശരിയാകും, ഇങ്ങനെയൊക്കെ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ അടിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചേച്ചി അമ്മയൊക്കെ പറഞ്ഞ് നോക്ക് ചേച്ചി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ചേച്ചി പറഞ്ഞില്ല കേട്ടോ നോക്കിയെന്നൊന്നും. പക്ഷെ ഞാൻ ഓർത്ത് ഞാൻ പതുക്കെ നോക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ കുഞ്ഞാപ്രീനൊക്കെ ഒരുക്കിയൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നോക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം ചിക്കുകൂട്ടനായിട്ട് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് പോയി നോക്കാം 3 ലക്ഷമായോ ഇല്ലയെന്ന് നോക്കാമെന്ന് ഓർത്ത് ഞാനങ്ങനെ പോയി ഫോണെടുത്ത് നോക്കിയപ്പോഴേക്കും ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഏകദേശം 11 സബ്സ്ക്രൈബേഴ്സും കൂടി വേണമായിരുന്നു. എനിക്കുള്ള റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം നിന്നിട്ടാട്ടോ നോക്കിയത്. എങ്കിലും കുഴപ്പമില്ല, എനിക്കെന്തായാലും ഇന്ന് ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആയില്ല, കുഴപ്പമില്ല. എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഇങ്ങനെ 3 ലക്ഷം പെട്ടെന്ന് അടിക്കുമെന്ന് ഓർത്തില്ല കേട്ടോ. ഭയങ്കര സന്തോഷം. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യായിരുന്നു രാവിലെയൊക്കെ. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു വീട്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേളാങ്കണ്ണി വരികയും ചെയ്തു. അതും ചേച്ചിയും ചേട്ടൻ അച്ഛനമ്മ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ 3 ലക്ഷം അടിക്കുമെന്നൊന്നും പ്രതീക്ഷയില്ല. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ കുറേ നേരമായിട്ട് നോക്കിയിരുന്ന സംഭവം, അതായത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. അതായത് ഒരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ.
Thank you. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കുഞ്ഞു കേക്ക് അങ്ങനെ പള്ളിയിലൊക്കെ പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് റൂമിൽ വന്നപ്പോഴേക്കും ചേച്ചിയും ചേട്ടയും കൂടി പോയി എന്നോട് പറയാതെ സർപ്രൈസ് ആയിട്ട് പോയി കേക്കൊക്കെ മേടിച്ച് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു, പക്ഷേ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നും കൂടി ഒരിക്കൽ കൂടി നന്ദി പറയാം കേട്ടോ. അവളെ കൊടുക്കാൻ അവള് തരും. മുത്ത് കൊടുക്ക്, കുഞ്ഞാമ്മി കൊടുക്ക്, അതിൻ്റെ അകത്ത് തന്നെ എടുത്ത് കൊടുക്ക്. ഒരു ഉമ്മയും കൊടുത്തേക്ക്. ചേട്ടാ കേക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വാ. കേക്ക് വാങ്ങിച്ചിട്ട് വാ, ഇങ്ങോട്ട് വാ. ടിഷ്യൂ പേപ്പർ പിടിച്ചോ. വളഞ്ഞിക്കില്ലേ കിട്ടിയേട്ടാ. ഇവിടുന്ന് അങ്ങടി ഉമ്മാക്കാൻ ചെന്നാണ്, അവിടുന്ന് മാറി തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടിട്ടോ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേളാങ്കണ്ണി വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ പുറകെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി സപ്പോർട്ട് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. പിന്നെ വേളാങ്കണ്ണി ആയതുകൊണ്ടും പുറത്തായതുകൊണ്ടും ഒക്കെ സൗണ്ടിനൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാവും, നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.